നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി നേടിയെടുക്കാനുള്ള പോരാട്ടോ. മോള് റെസ്റ്റ് എടുക്ക്. മമ്മിക്ക് കുറച്ച് തിരക്കുണ്ട്. നമ്പിച്ച എന്താ മോളെ? വണ്ടി എടുക്ക്. എനിക്ക് ഇപ്പൊ തന്നെ മംഗലശ്ശേരിയിൽ എത്തണം. അയ്യോ, ഇപ്പൊ അത് പാടില്ല മോളെ. മോളെ പറ്റി അവർക്കിപ്പോ ഒന്നും അറിയില്ല. സഞ്ജന മോള് നിന്റെ മോളാണെന്നും അറിയില്ല. അത് അറിയിച്ചു കൊടുക്കാനാ ഞാൻ പോകുന്നത്. മോളെ അതെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. എന്തു മനസ്സ് കാണിക്കണമെന്നാ നമ്പിച്ച പറയുന്നത്? 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എന്റെ മോളുടെ ഡെഡ് ബോഡിയും കൊണ്ട് എനിക്ക് മുംബൈക്ക് മടങ്ങി പോയേണ്ടി വന്നേനെ. അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നോ? സഞ്ജു അല്ലാതെ അവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടില്ലെന്ന്. മരിച്ചു കളയില്ലെന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നെങ്കിലും അവന്റെ വിവാഹം സ്വാതിയുമായി നടന്ന അത് തന്നെ സംഭവിക്കും. പിന്നെ സഞ്ജന ഉണ്ടാവില്ല. അവന്റെ ഓർമ്മയിൽ ജീവിതകാലം വരെ കഴിച്ചു കൂട്ടുമെന്ന് പറയുന്നവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നമ്പിച്ചൻ പറ. അല്ല, മോളെ ഈ കടുങ്കൈ ചെയ്യാനുള്ള കാരണം പറഞ്ഞു. സഞ്ജു അവളെ ഹരാസ് ചെയ്ത് ഇറക്കി വിട്ടത്. അവന്റെ വാക്കുകളാ അവളെ തകർത്തു കളഞ്ഞത്. അതും മംഗലശ്ശേരിയിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്. അവള് ജീവൻ കളയാൻ തീരുമാനിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്റെ മകൾ എത്രമാത്രം അപമാനിതയായിട്ടുണ്ടെന്ന് ഓർക്കണം. എന്തിനും സാവകാശം ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഇന്നോ നാളെയോ സഞ്ജുവിന്റെ വിവാഹം കഴിയില്ലല്ലോ. അതിനുള്ളിൽ മംഗലശ്ശേരിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. അതിൽ ആ വീടം നാടി ഉലയണം. മോളിപ്പോ ചെയ്യാൻ പോകുന്നത് ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടമാണ്. മാണിക്യമംഗലത്തെ ഗൗരി നന്ദയാണ് നന്ദനാവർമ്മ എന്നുള്ള വെളിപ്പെടുത്തൽ ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. കാഞ്ചനയുടെ മകൾ സ്വാതിക്ക് ഈ അവസ്ഥ സമ്മാനിച്ചത് മോളാണെന്ന് അവർ തിരിച്ചറിയും. പിന്നെ അവർ നമ്മളുടെ മകളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മോളൂ. സഞ്ജു സഞ്ജനെ വെറുക്കും. ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് മോൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരാവേശത്തിന്റെ പേരിൽ ഒന്നും നേടാനാവാതെ തിരിച്ചു പോവാൻ ഇടവരുത്തരുത്. ഇത്രയും കാലം മനസ്സിലെ കനൽ കെട്ടുപോകാതെ ഊതി പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണോ? എന്റെ വഴി തടയാൻ എന്റെ മോള് തന്നെ വന്നല്ലോ നമ്പീശ. ഇങ്ങനൊരു വിധി എനിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, അതിന് അവളെയും തെറ്റു പറയാൻ കഴിയില്ല. മോൾ ആഗ്രഹിച്ചത് മംഗലശ്ശേരിയിലെ മുകുന്ദനെയല്ലേ? വിധിയുടെ തനിയാവർത്തനം പോലെ നിന്റെ മകൾ മുകുന്ദന്റെ മകനെ ആഗ്രഹിച്ചു പോയി. മോക്ക് സംഭവിച്ച നഷ്ടം നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടായി. പക്ഷേ നിന്റെ മോക്ക് അതില്ലാതെ പോയി. സഞ്ജനയുടെ മനസ്സിലുള്ളത് പ്രതികാരത്തിന്റെ കനലല്ല, പ്രണയത്തിന്റെ കനല. പിന്നെ മോള് അല്പസമയം സമാധാനമായിട്ടൊന്ന് ആലോചിക്ക്. നമ്പീശൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് അപ്പം മനസ്സിലാവും. എത്ര നേരം പിടിച്ചു നിർത്താനാവുമെന്ന് എനിക്കറിയില്ല. സാരിയൊക്കെ ചുറ്റി ഇവളിതെവിടേക്കാ? അത് പിന്നെ പറമ്പില് പണിക്കാരുള്ളത് കൊണ്ട് രാജുവേട്ടന് മാറി നിൽക്കാൻ സമയമില്ല. ഞാൻ പോയിട്ട് വരാം. നേരത്തെ തിരിച്ചെത്താനും നോക്കാം. ഇപ്പൊ ആ നാട്ടില് അമ്മൂന് ശത്രുക്കളില്ലാത്ത നിലയ്ക്ക് പേടിക്കാനൊന്നുമില്ല അച്ഛ. അവള് പോയിട്ട് വന്നോളും. ആ
പിന്നെ ഇന്നൊരു വിശേഷം കൂടി ഉണ്ട്, അല്ലേ അമ്മു? അതെന്താ? കഴിഞ്ഞ വർഷം അമ്മുവിന്റെ വിവാഹം നടന്നത് ഇതേ ദിവസാ. അതാണല്ലേ ഇന്ന് തന്നെ പെരുവണ്ണാപുരത്ത് പോയി ദേവിയെ തൊഴാമെന്ന് വെച്ചത്. അപ്പൊ ഇവളുടെ യാത്ര വിവാഹ വാർഷികം പ്രമാണിച്ച? അല്ല മോളെ, സഞ്ജയ് ഇതുവല്ലത് ഓർത്തു വെച്ചിട്ടുണ്ടോ? അവനും വരുന്നുണ്ടോ? ഞാൻ തനിച്ചേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ അയാൾ എന്തിനാ അതൊക്കെ ഓർത്തു വെക്കുന്നത്? കളിക്കല്യാണല്ലേ നടന്നത്. എന്തായാലും നീ പോകുന്നില്ലേ? ഞാൻ അതൊന്നും ഓർത്തല്ല മുത്തശ്ശി പോകുന്നത്. എനിക്കിത് കല്യാണ ദിവസമല്ല, എന്റെ പുനർജന്മം പോലെ ഞാൻ ഈ ദിവസത്തെ കാണുന്നത്. അന്ന് ആ മനുഷ്യൻ എന്നെ രക്ഷിക്കാനൊരു മനസ്സ് കാണിച്ചതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ദേവിയോട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചത്. നീ പറയുന്നത് സത്യാ മോളെ. നിന്റെ 2ാം ജന്മം തന്നെയാ ഈ ദിവസം. ആ, എന്നാ സംസാരിച്ചൊന്നും സമയം കളയണ്ട. അമ്മ പോയിട്ട് വാ. പൂജയ്ക്ക് വേണ്ടത് ശ്രീദേവി അവിടെ ഏൽപ്പിച്ചില്ലേ? കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യാൻ മറക്കരുത്. ഇല്ല, ഞാൻ വിളിച്ചോളാം അമ്മേ. ശരി, ഞാൻ ഇറങ്ങട്ടെ എന്നാ. പോയിട്ട് വാ. അമ്മ പോയിട്ട് വാ. ശരി മോളെ. വിവാഹ വാർഷികത്തിനാണ് അവൾ പോകുന്നത്. ഭർത്താവ് വരില്ല എന്നും അവള് തന്നെ പറയുന്നു. ഇപ്പോഴും എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. അമ്മുവിന്റെ തൊട്ടു പിന്നാലെ സഞ്ജു ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ, നീ ഇറങ്ങിയോ? നീ എന്താ മോനെ നേരത്തെയാണല്ലോ. കവിത പോയിട്ടുമില്ല. കവിത പോയിട്ടാണല്ലോ നീ എന്നും പോകാറ്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം മുത്തശ്ശ. 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ടേ. കഴിയുമെങ്കിൽ ഓഫീസിലൊന്ന് കേറിട്ട് വേണം പോവാൻ. ആ, നീ ശ്രീകുട്ടി ഒന്ന് കണ്ടിട്ട് പോ. അവളെ ഞാൻ കണ്ടതാമേ. ആണോ? അയ്യോ, നീ ഉടനെ ഇറങ്ങൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മൂനെ വിടില്ലായിരുന്നു. നീ അവളെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിട്ടാ മതിയായിരുന്നു. അമ്മൂന്റെ വിവാഹം നടന്ന ദിവസാ മോനേന്ന്. അവള് പെരുവണ്ണാപുരത്തേക്ക് പോയിരിക്കുക. അവള് വല്ല ഓട്ടോയിലും ബസ് സ്റ്റാൻഡിലേക്ക് പൊയ്ക്കോളൂമേ. ഞാൻ ആ വഴിക്കല്ല. മുത്തശ്ശ, മുത്തശ്ശി, അമ്മേ, ഞാൻ ഇറങ്ങുക. ശരി മോനെ, പോയിട്ട് വാ. ശ്രീകുട്ടിയെ പോലും കാണാതെ സഞ്ജു എന്തിനു ധൃതിപ്പെട്ട് ഓടണം? ഈ സമയം ഓഫീസ് തുറന്നിട്ട് പോലും ഉണ്ടാവില്ല. അമ്മു ആദ്യം പോയി, തൊട്ടു പിന്നാലെ ധൃതി പിടിച്ച സഞ്ജു. എന്റെ അറിവിൽ സഞ്ജുവിന് അറ്റൻഡ് ചെയ്യാൻ ആരുമായി മീറ്റിംഗുമില്ല. ഇന്ന് അമ്മുവിന്റെ വിവാഹ വാർഷികമാണ്. സഞ്ജു പോയതും പെരുവണ്ണപുരത്തേക്കാണെങ്കിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.